ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന മാംഗോ ക്യാരറ്റ് പിക്കിളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 മാങ്ങയും അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ക്യാരറ്റും മാങ്ങയും എടുക്കുക. ഇനി നന്നായിട്ട് മുറിച്ചിട്ട് നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ മുറിക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾ നന്നായിട്ട് കഴുകിയിട്ട് ഇതൊരു കോട്ടൺ തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കേടായി പോകും. പിന്നെ അതുപോലെ തന്നെ മാങ്ങയും നമ്മൾ എന്ത് ചെയ്യാം, ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞങ്ങളെടുത്ത മാങ്ങ നല്ല പഴുത്ത കളറുണ്ടെങ്കിലും നല്ല പുളിയായിരുന്നു. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക, 2 കഷ്ണമാക്കിയാൽ മതി. അതുപോലെ തന്നെ ഇഞ്ചിയും അതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക. പിന്നെ വേണ്ടത് നമുക്ക് പച്ചമുളകാണ്. പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണയാണ് നല്ലത്. പിന്നെ അതിലേക്ക് നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം ഞങ്ങളിട്ട ഉലുവ കുറച്ച് കൂടുതലായിരുന്നു. അതിനുശേഷം നമ്മൾ കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉലുവയും കടുകും ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കുക. അങ്ങനെ വല്ലാണ്ടങ്ങ് വഴണ്ട് പോണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പച്ചമുളകും ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി നമ്മുടെ എല്ലാ സംഭവം ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുക. മഞ്ഞൾപ്പൊടിയൊക്കെ ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കായപ്പൊടിയാണ്. ഇതിൽ നമ്മൾ ഈ മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും മാത്രമേ ഇടുന്നുള്ളൂ. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളമാണ് ചേർക്കുന്നത്. ശരിക്കും ഇതിൽ സുറുക്കയാണ് ചേർക്കുന്നത്, പക്ഷേ ഈ അലൂമിനിയം സുറുക്കയും തമ്മിൽ റിയാക്ഷനൊക്കെ നടന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വെള്ളമാണ് ചേർത്തത്. എന്നിട്ട് നമുക്ക് അരിഞ്ഞു വെച്ച ക്യാരറ്റ് ചേർക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ആ വെള്ളം വറ്റുന്നത് വരെ ക്യാരറ്റ് ഒന്ന് വേവിക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കുകയാണ്. മാങ്ങ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്യണം. വല്ലാണ്ട് വെന്ത് കുഴഞ്ഞു പോവരുത്. അപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ അച്ചാർ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊരു കുപ്പിയിലേക്ക് മാറ്റാം. ഗ്ലാസിൻ്റെ കുപ്പിയാണ് കുറച്ചുകൂടെ നല്ലത്. ആദ്യം നമ്മൾ അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അച്ചാർ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലെ കുറച്ചുകൂടെ സുറുക്ക ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഓരോ ലെയറായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.